ഹേ ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദേവുവിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷെ ദേവു ഇന്നില്ല. കാരണം ഇന്ന് ഞാനുള്ളത് എന്റെ വീട്ടിലാണ്, തലശ്ശേരിയിൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കല്യാണം എന്തായാലും അടുത്ത് വരാനായല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അവളുടെ സൈഡിൽ നിന്ന് പല ഡാൻസ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ സൈഡിൽ നിന്ന് സർപ്രൈസ് ആയിട്ട് അവൾക്കൊരു ഡാൻസ് പരിപാടി ഒരുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനും എന്റെ പിന്നെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സും കൊളീഗ്സും ചേർന്നിട്ട് ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്റെ വീട്ടിൽ വെച്ചിട്ട് എല്ലാ പരിപാടിയും നടക്കുന്നത്. പൂജയുടെ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ആ പരിപാടി എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ന് പോന്നാന്നു. എവിടെ? ഡാൻസ് കളിക്കാൻ. പോയിട്ട് അച്ഛന്റെ കഴിവ് കിട്ടിയോ എന്നുള്ളത് ഇന്ന് അച്ഛൻ അറിയണ്ടേ? എന്ത് ചിരിക്കുന്നു? അറിയാ എന്താ അങ്ങനെ പറഞ്ഞു ഗൈസ്? അപ്പൊ ഇനി എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, ഞാനിപ്പോ ഫൈനലി പൂജന്റെ വീട്ടിലെത്തി. ഇവിടെ നിന്നുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. നമ്മളിന്ന് നേരത്തെ എത്തുന്ന സമയത്ത് ഇവള് പല്ല് തേക്കുന്നേ ഉള്ളൂ ഗൈസ്. ഇവളിപ്പൊ കാണിച്ചു തരാം. ഓളിപ്പം വരും പുറത്ത്. കിഴക്കേപ്പാടം എന്ന അതിമനോഹരമായ ഗ്രാമം. ഇതാ ഗൈസ് പൂജ. ഞാൻ പറഞ്ഞത് കണ്ടിട്ടാന്ന് തോന്നുന്നേ. ഇവിടെ വേഗം തന്നെ കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട്. പൂജ എന്റെ ചങ്ങായിമാർ എടുത്ത് ബാക്കി രണ്ടെണ്ണം എവിടെ വരും ഗൈസ്? അവർ രണ്ടും ലേറ്റ് ആക്കി കളഞ്ഞു. നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടൊരിക്കലും നേരത്തെ ഇറങ്ങൂല എന്നുള്ളത് കണക്കാണ്. ഇനിയിപ്പോ അവർ വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ പഠിപ്പിച്ചു തരുമോ? നിന്നിലാന്ന് ഏക പ്രതീക്ഷ. രേവതിയിൽ ഒരു പ്രതീക്ഷ എനിക്കില്ല. ഗൈസ്, പൂജ നല്ല കുട്ടിയാട്ടാ. കുടിക്കാൻ വെള്ളമെല്ലാം തരും. കുടിച്ചോ കിട്ടും. കൊള്ള. രേവതിക്കൊന്നും ഇതൊന്നും കൊടുക്കണ്ട. ലേറ്റ് ആയി വന്നവർക്ക് ഒന്നും വേണ്ടല്ലോ. ആരത് കക്കുന്നു? ഇവിടെ അപ്പുറത്തെ വീട്ടിൽ തന്നെ ഓരോന്ന് പൊട്ടിച്ചിട്ടുണ്ട് വരുന്നതാണ്. നാണമില്ലേടാ കുടിക്കാൻ? രണ്ടും ലേറ്റ് ആക്കിട്ട് ഇപ്പൊ സമയത്തിന് 11:45 പൂജ. ഞാൻ കളിക്കട്ടെ എങ്ങനെയാണ് പഠിക്കുന്നത്? നല്ല ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ആരംഭിക്കണം. ഷുഗർ കട്ടല്ലേ രേവതി? നമുക്ക് ക്ലാസിക്കല് പിടിച്ചാലോ? കല്യാണത്തിനാ? ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇവര് കല്യാണത്തിന് അന്ന് മോഹിനി കേട്ടോ. മറ്റേ ഇപ്പൊ കാണുന്നില്ലേ സ്റ്റേജിൽ ഇവര് ആ സാധനം. ഓളേത് കല്യാണാണ്, മറ്റേ കലോത്സവം. മറ്റേ ഇതുണ്ടാവൂലേ, എന്താ കഥകളിയല്ലോ. കഥകളിന്റെ ഒപ്പര വൈകുന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ തോടുമ്പോൾ ചാർന്ന്. ഞാൻ കുച്ചിപ്പൊടി മറ്റേ പ്ലേറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഉരുടി വെച്ചിട്ട് കിണ്ടി വെക്കാം. ഇക്കൊരു പൊരുത്തിണ്ട് എന്റെ അടുത്ത്. ഇതെല്ലാം മുനിസാമിയാ. പൂജ അങ്ങടെ അനങ്ങി പണിയെടുക്കേ. പൈപ്പ് വലിക്കാൻ നോക്കാവുന്നില്ലല്ലോ. വീട്ടിലും മണി, ലാബിലും മണി. ഇത് അങ്ങനെയല്ല, അങ്ങനെ തന്നെ. അതിനെ ഓണാക്കി ഇങ്ങോട്ട് ഒന്ന് പൈപ്പ് തിരിച്ചു നോക്കിയാ വെള്ളം ഇങ്ങനെ പുറത്തോട്ട് പോകുന്നുണ്ടോ? ചൂടുവെള്ളം എന്നെ കൊണ്ടൊന്നും വയ്യ പൂജ. പൂജ ആണെന്ന്. അപ്പൊ നമുക്ക് ഈശ്വര പ്രാർത്ഥനയിലൂടെ തുടങ്ങാം. വേണ്ട 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 വേണ്ട, അതെല്ലാം ഉദ്ദേശിച്ച മമ്മൂട്ടി കളിക്കുന്ന ഒരു സ്റ്റൈലില്ലേ മറ്റേ. കളിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഡാൻസ് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഓക്കെ ബൈ. നടക്കുന്നത് എന്താ ചെയ്യുന്നതെന്ന് ആർക്കും തിരി. 2-3 കൂടി പഠിക്കുക കണ്ടില്ലേ? വല്ലതും നടക്കോടേ. നടന്നാ മതി. കളിക്കുന്ന വേണ്ട. നീ ഇല്ലേ മറ്റേ
ദിഗംബരം കളിക്കുന്ന പോലെ കളിച്ചാൽ മതി. സ്റ്റേജ് മുതൽ ഞാനായിരിക്കും നല്ലോണം കളിക്കും. ഗൈസ്, നമുക്ക് ഡാൻസ് മര്യാദയ്ക്ക് ഇല്ലെങ്കിലും ആവശ്യത്തിന് ഫുഡെല്ലാം പൂജ തരുന്നുണ്ട്. ഇതാണ് ഗൈസ് രേവതിന്റെ ഭർത്താവ് രജിമോൻ. എല്ലാരും ഡാൻസ് കളിച്ച് തളർന്നിരിക്കുകയാണ്. ഞാനും ഡാൻസ് കളിച്ച് വല്ലാണ്ട് തളർന്നു പോയി ഗൈസ്. അപ്പോ ബ്രേക്ക് ടൈം ആയിട്ടുണ്ട്. വല്ലാണ്ട് തളർന്നു പോയി ഗൈസ്. നിങ്ങളിപ്പോ കണ്ടാത്തന്നെ തിരിയുന്നില്ലേ? അതായത് ഫൈനലുള്ള ക്ലൈമാക്സിലുള്ള ഡാൻസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഡാൻസ് സ്റ്റെപ്പ് അങ്ങോട്ട് വരുന്നില്ല. ഒരുപാട് നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ശ്രമിച്ചിട്ട് അതെന്തായാലും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി അടുത്ത റൗണ്ടിൽ നമുക്ക് കാണാം. രേവതി ടീച്ചറെ, എന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചൊന്ന് ഡാൻസുകാരനാക്കി ടീച്ചറെ. ടീച്ചറെ, ഇടയ്ക്കുള്ള മിസ്റ്റേക്ക് എന്തെല്ലാം ഒന്ന് പറഞ്ഞു തരുവാ? നീ ഇങ്ങനെയാണ് ആക്കുന്നത്. അങ്ങനെ വേണ്ട. ഇങ്ങനെ വേണ്ട. എങ്ങനെ ചെയ്യുമാല് ഇങ്ങനെ ചെയ്യുമാലും ഇങ്ങനെ. ഗൈസ്, ഒന്നാമത് ഇവിടെ ഒടുക്കത്തെ സ്റ്റെപ്പ് എടുത്തിട്ടാണ് വരുന്നത്. അതൊക്കെ അമ്പലപ്പറമ്പില് ഡാൻസ് കളിച്ചിട്ടുള്ള പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. ഇത് കളിക്കാൻ ഏറ്റവും എളുപ്പം അമ്പലപ്പുറം ഡാൻസ് കളിക്കാൻ. കുത്ത് സ്റ്റെപ്സ് ഓൺലി. ബാ കളിക്കാൻ. അച്ഛനെ മതി. ബാ ബാ ബാ. പൂജ ചത്ത്. ഗൈസ്, അപ്പൊ ഡാൻസ് പ്രാക്ടീസ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഞാൻ വേറൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് രജിക്കുട്ടൻ, രേവതിയുടെ ഭർത്താവ്. നാളം വരുന്നത്. ഞാൻ എനിക്കൊരു അഭിപ്രായം ചോദിക്കട്ടീനാണ്. കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കുള്ള ഉപദേശം എന്തായിരിക്കും തരാൻ പോകുന്നത് കല്യാണത്തിന് മുന്നേ? ഓ രേവതി പോയേ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനുണ്ട്. അപ്പൊ സീരിയസ് ആയിട്ട് നമ്മൾ പിന്നെ അത് നോക്കാം. ഇവര് പോയതിനു ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഗൈസ്, പൂജ നമുക്ക് വേണ്ടിയിട്ട് നല്ല വിഭവസമൃദ്ധമായ ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പൂജയല്ല ആക്കിയത്, പൂജന്റെ അമ്മയാണ്. അതാ ശരിക്കും വേണ്ട. ടേസ്റ്റ് നോക്കട്ടെ. ചിക്കന്റെ പീസ്, ഒരു പപ്പടം വെച്ച് നല്ലോണം പൊടിക്കുക. ഇച്ചിരി ചെറുപയർ എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഉരുട്ടിയിട്ട് ടോപ്പ് ചോറ് എല്ലാവരും കഴിക്കുന്ന ഗൈസ്. കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് കാണണ്ടേ? സിനിമ കാണിക്കാണ് ഗൈസ്. പൂജയെ ഡാൻസ് കളിക്കണ്ടേ? രേവതി ടീച്ചറെ. അപ്പൊ നമ്മളെ ഡാൻസ് പ്രാക്ടീസ് കംപ്ലീറ്റ് ആയി ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. നല്ലോണം ഫുഡ് കഴിച്ചു. അതില് പൂജ ചിക്കൻ കറിയല്ലേ ചോദിച്ചേ? ഡാൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചേ? ഡാൻസ് സൂപ്പർ. അപ്പൊ നമ്മള് സ്റ്റേജിൽ ഇനി എന്താക്കും? പക്ഷെ ഇത് മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്തായാലും പ്രാക്ടീസ് കൂടുതൽ വേണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആവും. ട്രിവാൻഡ്രം തീമിനെ തലശ്ശേരിക്കാർ പൊട്ടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ പൊടിഞ്ഞു പോകും. അടുത്ത ഏതെങ്കിലും ഒരു ഡേയും കൂടി നമുക്ക് നോക്കും. നമ്മൾ ഇവര് മൂന്നാള് മാത്രല്ല, വേറെ ഒരാളും കൂടി വരാനുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊഫഷണൽ ഡാൻസറാണ്. ഓന്റെ കുറച്ച് പ്രാക്ടീസ് സ്റ്റെപ്സ് ഞാൻ ചെറിയ ക്ലിപ്സ് ആയിട്ട് ഇൻസ്റ്റയിൽ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് പ്രൊഫഷണൽ എന്നുള്ളത്. അപ്പൊ ബൈ.